നേരം അർദ്ധരാത്രിയോടടുത്തപ്പോൾ ശങ്കരൻ അല്പം വെള്ളത്തിനായി അകത്തളത്തിലേക്കു കയറി. വെള്ളം എന്നത് അയാളുടെ ബാഹ്യമായ ആവശ്യമായിരുന്നു. അന്തർദാഹം തൻ്റെ വധുവിൻ്റെ അപ്പോഴത്തെ മനോനിലയും പ്രതികരണവുമായിരുന്നു. പക്ഷേ അകത്തളത്തിലെ മേശയ്ക്ക് സമീപം കസാലയിട്ട് ഏട്ടൻ അനുജനെ കണ്ടപാടെ അയാളുടെ പുരികം ചുളിഞ്ഞു. വസൂരിക്കലകൾ നിറഞ്ഞ മുഖത്ത് പലതരം ചേഷ്ടകൾ പ്രകടമായി. അതിൽ മുക്കാൽ പങ്കും പുച്ഛവും വിദ്വേഷവുമായിരുന്നു. എന്താ നീ ഇവിടെ? നിനക്ക് ഉറങ്ങാറായില്ലേ? കറുപ്പുസ്വാമി തീക്ഷ്ണമായി അനുജനെ നോക്കി. ശങ്കരന് തൊണ്ട വറ്റി. കശാപ്പുകാരൻ്റെ മുമ്പിൽ അകപ്പെട്ട നാൽക്കാലിയുടെ പ്രതീതി അവനിലുണ്ടായി. ഇല്ല, ഒന്നുമില്ല, അല്പം വെള്ളത്തിന്. ശങ്കരൻ തൻ്റെ മറുപടിക്ക് അർത്ഥവിരാമമിട്ടു. ശബ്ദം കേട്ട് മന്ദാകിനി അകത്തളത്തിലേക്ക് എത്തി നോക്കി. ഏട്ടനെ അല്ലാതെ മറ്റാരെയും അവൾ അവിടെ കണ്ടില്ല. അദ്ദേഹം എവിടെ പോയി? ഈ നാലുകെട്ടിൽ താൻ കാണാത്ത ധാരാളം മുറികളുണ്ട്. അവയിൽ 2-3 അടഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹത്തിനെക്കുറിച്ച് ഏട്ടത്തിയമ്മയോട് ചോദിക്കാം. മന്ദാകിനി രണ്ടും കൽപ്പിച്ച് അടുക്കളയിലേക്ക് നടന്നു. സരോജം അവസാന ജോലികൾ തീർത്ത് കൈകൾ സാരിത്തുമ്പിൽ തുടയ്ക്കുമ്പോഴായിരുന്നു മന്ദാകിനിയുടെ ആഗമനം. എന്തേ കുട്ടി, നീ ഉറങ്ങിയില്ല? ശങ്കരനെവിടെ? സരോജം ആകാംക്ഷയോടെ ചോദിച്ചു. ആ മുറിയിലേക്ക് വന്നേയില്ല. ഞാനിവിടെ ചോദിക്കാമെന്ന് നിരീച്ചു. മന്ദാകിനി അല്പം ജാള്യതയോടെ മൊഴിഞ്ഞു. അവൻ്റെ മുറി തിക്കുവശത്തെ 2ാമത്തെ മുറിയാ. അവൻ അവിടെ ഉണ്ടാവും. നാണിച്ചു മുറിയിലിരിക്കുകയാവും. ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കി അവന് ശീലമില്ലല്ലോ. നീ പരിഭവിക്കൊന്നും വേണ്ട, അങ്ങോട്ടേക്ക് ചെന്നോളാം. സരോജ മന്ദാകിനിയെ പ്രോത്സാഹിപ്പിച്ചു. വിവാഹത്തിന് പങ്കെടുക്കാൻ വന്നവരെല്ലാം പോയി കഴിഞ്ഞിരുന്നു. മന്ദാകിനി തെക്കിനിയിലേക്ക് നടക്കാൻ പുറപ്പെടവേ പിറകിൽ നിന്നും ഏട്ടൻ്റെ സ്വരം കാതിൽ ചരൽ മഴയായി വന്നലച്ചു. രാത്രി ഇത്രയും ആയില്ലേ? അവനവിടെ ക്ഷീണിച്ചു കിടന്നുറങ്ങിയിട്ടുണ്ടാവും. പോയി ശല്യം ചെയ്യണ്ട, ഇവിടെ തന്നെ കുട്ടിക്ക് കിടക്കാലോ. മന്ദാകിനിയുടെ പാദങ്ങൾ മുറുകി ചങ്ങല ബന്ധിച്ചു. അവൾ തിരികെ മുറിയിലേക്ക് കയറി. മനസ്സ് പൊടിഞ്ഞു നുറുങ്ങി. ശരീരം തളർന്നു. 1000 സ്വപ്നങ്ങൾക്കു മീതെ ഒരു കരിനിഴൽ ആഞ്ഞടിച്ചു. ശങ്കരൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തന്നെയും കാത്ത അക്ഷമയോടെ തൻ്റെ സഹധർമ്മിണി. ശങ്കരൻ്റെ ആത്മാഭിമാനത്തിൻ്റെ മുനയൊടിഞ്ഞു. സ്വേച്ഛാനുസൃതം അവളെ ഒരു നോക്ക് കണ്ടതേയില്ല. ശങ്കരൻ്റെ മനം വ്യഥയാൽ വെന്തു. എങ്കിലും ഏട്ടൻ്റെ ഭീകരമുഖം സങ്കല്പിച്ചപ്പോൾ ദുഃഖം ഭയാനകതയ്ക്ക് വഴിമാറി. അയാളുടെ ബീഭത്സവും വികൃതവുമായ വദനം തൻ്റെ പത്നിക്ക് മുന്നിൽ തനിക്ക് നേരെ ആക്രോശിക്കുന്നത് കാണാനുള്ള സഹനമില്ലായ്മ ശങ്കരനെ തൻ്റെ കുടിസുമുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ വിസമ്മതിച്ചു. തൻ്റെ വിവാഹമാല്യം തനിക്കു നേരെ നോക്കി കൊഞ്ഞനം കുത്തുന്നു. അവൾ അണിയിച്ച മോതിരവും മാലയും തൻ്റെ മെയ്യൊന്നാകെ ചുട്ടുപൊള്ളിക്കുന്നു. മന്ദാകിനി വിവാഹസാരി മാറ്റി മറ്റൊരു സാരി ധരിച്ചിരുന്നു. പട്ടുമെത്തയിൽ അവൾ ഭിത്തിമേൽ ചാരിയിരുന്ന് വിതുമ്പി. ഇടയ്ക്ക് എപ്പോഴോ മെഴികൾ അടഞ്ഞു. താഴെ എന്തോ വീണുടയുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടിയുണർന്നു. തനിക്ക് മുന്നിൽ തന്നെയും നോക്കി നിൽക്കുന്ന ഏട്ടനെ കണ്ടവൾ പകച്ചു. ചുളിഞ്ഞ് മുകളിലേക്ക് കുത്തി നിൽക്കുന്ന തൻ്റെ പുരികങ്ങൾക്കിടയിലെ ചോദ്യഭാവവും വെപ്രാളവും അയാളെ തെല്ലൊന്ന് അമ്പരപ്പിച്ചുവോ? ഭയപ്പെട്ടുവോ? സാരമില്ല, അതൊരു പൂച്ചട്ടി വീണതാ. ഈ സാരിയിൽ കുട്ടീനെ കാണാൻ എന്തൊരു ഭംഗിയാ. ഏട്ടത്തമ്മയ്ക്ക് ഇത്രയ്ക്കൊന്നും സൗന്ദര്യമില്ല കേട്ടോ. അയാൾ അവളെ അടിമുടി നോക്കുകയായിരുന്നു. കുട്ടി ഉറങ്ങിക്കോളുക. മന്ദാകിനി ഞെട്ടി. പുറത്തേക്ക് പോയ ആ വഷളനെ അവൾ അറപ്പോടെ നോക്കി. അതിനുശേഷം വാതിൽ വലിച്ചടച്ചു. ഈശ്വരൻ തന്നെ പരീക്ഷിക്കേ. ഒരു പരീക്ഷണവും ദൈവം തനിക്ക് തന്നിട്ടില്ല നാളെ ഇതുവരെ. തൻ്റെ മേൽ അവകാശപ്പെടാനും തനിക്ക് അവകാശപ്പെടാനും തനിക്കൊരു ഭർത്താവിനെ തന്നു എന്നു കരുതി സന്തോഷിച്ചു. പക്ഷേ തനിക്കും തൻ്റെ വീട്ടുകാർക്കും അമടി പിണഞ്ഞുവോ? അവൾ ആശങ്കയിലാണ്ടു.